ഹലോ ഗായ്സ്, ഐ എം ഹേയ് ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് ബ്ലോക്ക് ഫ്രൂട്ട്സ്. ഇന്ന് പറഞ്ഞാൽ നമ്മളെ വാക്ക് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കറക്കും ചെയ്യും. 100 ലെവലൊന്നും ഞാൻ പറഞ്ഞില്ല, ഒരു 60 ലെവൽ പോകുന്ന എന്തായാലും കുഴപ്പമുണ്ട്. 80 ആക്കാൻ ട്രൈ ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഗിഫ്റ്റ് കോഡ് അടിച്ചിട്ടാണ് ഗായ്സ്. ഗിഫ്റ്റ് കോഡ് അടിക്കും നമ്മൾ. 30 മിനിറ്റ് ഉണ്ട്, 20 മിനിറ്റ് ഉണ്ട്. നമ്മൾ ഓരോ വീഡിയോയിലും 2 കോഡോ അല്ലെങ്കിൽ 1 കോഡോ വെച്ചിട്ടാണ് അടിക്കാറുള്ളത് ഇനി തൊട്ട്. അപ്പോൾ 30 മിനിറ്റിൻ്റെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് മീൻസ് ഏറ്റവും കോഡൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ലാഭമാവും. അപ്പോൾ നമുക്ക് 20 മിനിറ്റിൻ്റെ കോഡൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാം. അതാണ് നല്ലത് എൻ്റെ ഊഹത്തിൽ. അപ്പോൾ നമ്മൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ജംഗിളാട്ടോ. പൈസ ഉണ്ട്, നമുക്കൊന്നും കൂടി കറക്കാം ഗൈസ്. പൈസ എന്നാൽ നമുക്കൊരു വിഷയം ആവില്ല എന്ന് തന്നെ വിചാരിച്ച് നമ്മളൊന്നും കൂടി കറക്കാൻ പോകുന്നു. ഈ ഗിഫ്റ്റ് കോഡ് ഇങ്ങനെ അടിക്കലൊക്കെ ഞാൻ മറന്നു കേട്ടോ. നമുക്ക് അറിയണ്ടല്ലോ, ഒന്ന് പറഞ്ഞു തരാം. നമ്മളിപ്പോൾ എന്തായാലും കറക്കണം. സ്മോക്കിനെക്കാട്ടി നല്ലത് കിട്ടാറില്ലല്ലോ, ആ രീതിയിലാണ് ഞാൻ കറക്കണേ. വന്നപ്പോൾ തന്നെ കറക്കുക. കിട്ടണ ഏതെങ്കിലും ലോട്ടോ ഫ്രൂട്ടാവും. ഒരു മിത്തിക്കൽ തന്നെ കിട്ടണ. എടാ ഈഗിൾ അവിടെ നോട്ടെ. സ്പ്രിങ്ങിനെ കാട്ടി നല്ല ഈ കോമൺ തന്നെയാണ്. സ്റ്റോർ ചെയ്യാ. എന്നാലും സ്റ്റോർ ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇതൊക്കെ വന്നിട്ടാ. ഈ ഗിഫ്റ്റ് കോഡ് എങ്ങനെയാണ് അടിക്കല്? റെഡിയും DLC കോഡാവും, അതന്നെ ആവും ഈ ഗിഫ്റ്റ് കോഡ്. ഞാൻ വേറെ എന്തോ ഉണക്കി. എന്തായാലും നമുക്ക് പോവാം. വെള്ളത്തിലിറങ്ങിയ പ്രശ്നമല്ല ഇത്. അപ്പം ബോട്ടിങ് നിർബന്ധമല്ലേ? ആദ്യം ഇതൊക്കെ കൂട്ടട്ടെ. നമുക്ക് സ്റ്റാറ്റ് റീസെറ്റ് ചെയ്യാനുള്ളതും നമ്മളെ കണ്ടിട്ടാ. അപ്പോൾ കോഡ് വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ നമ്മളപ്പോൾ തന്നെ റിപ്ലൈ ഇടും. ഏതിൻ്റെ കോഡാണ് വേണ്ടത് ചോദിക്കും. അതിൻ്റെ കോഡാണ്ട് തരും. 30 മിനിറ്റിൻ്റെ കോഡാണെങ്കിൽ അതും വേണമെങ്കിൽ നമ്മൾ തരും എന്ന് പറഞ്ഞാൽ തന്നിരിക്കും. പക്ഷേ നമ്മൾ കമൻറ്റ് ഇടുന്നതിനനുസരിച്ച് നമ്മൾ തരുള്ളൂ. ഓരോ വീഡിയോയിലും നമ്മൾ 8 കോഡൊന്നും തരില്ല, ആകെ 2 or 1 കോഡ്. വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലാണെങ്കിൽ 2 കോഡാവാൻ സാധ്യതയുണ്ട്. വീഡിയോയുടെ ലെങ്ത്ത് കുറവാണെങ്കിൽ 1 കോഡിൽ തന്നെ നമ്മളാണ്ട് തീർക്കാൻ ട്രൈ ചെയ്യും. ഇതിപ്പോൾ എന്തിനാ എനിക്കറിയാമല്ലോ സ്ഥലത്തിൻ്റെ വഴിയൊക്കെ. എനിക്കൊന്നുമല്ല മനസ്സിലാവാത്തത്. നമ്മളിനിപ്പോൾ കോഡ് അടിച്ച് ഇതൊക്കെ ലെവലൊക്കെ ഫിനിഷ് ആക്കുമ്പോൾ എനിക്ക് ലൈറ്റോ ആയിക്കൂടെ ഫ്രൂട്ട് ഇടണം. ഒരു നല്ല ഇതില്ല അതിൽ. ലൈറ്റോ ആയിക്കൂടെ കിട്ടിയേ പറ്റുള്ളൂ എനിക്ക്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഗ്രൈൻഡിങ്ങിനൊക്കെ നല്ലതാണ് എനിക്കറിയാം. അപ്പോൾ അതൊക്കെ കിട്ടിയാലേ എനിക്കും വലിയ ലാഭം ഉണ്ടാവുള്ളൂ. ആ ഈഗിളെങ്കിലും പോയി നിൽക്കുന്ന ഞാൻ വിചാരിച്ച്, പക്ഷെ അതും നിന്നില്ല. എന്നാലും പോട്ടെ. അത് നമുക്ക് പെട്ടെന്ന് പോയി. ഇതെന്ത് കഷ്ടമാണ്. ഇവിടെ എന്തൊരു ചില്ലു വല്ലതും ഉണ്ടോ? ഓടോ അവിടുന്ന്. എടാ എന്താടാ? അടച്ചിട്ട് നേരെ പോയാൽ മതി. ഒരു എത്ര മീറ്റർ? 158 മീറ്റർ. 100 മീറ്ററൊക്കെ നേരെ പോവാം. എന്നിട്ട് നമുക്ക് കോട്ടടിക്കാം അവിടെ പോയിട്ട്. എന്നിട്ട് എല്ലാത്തിനും നമ്മൾ കൊന്നിടും. പക്ഷെ സ്മോക്കിന് M1 പോലും ഇല്ല ബ്രോ. ഒരു M1 പിന്നെ ഈ സ്മോക്ക്. എനിക്ക് ലൈറ്റ് വേണമെന്നുണ്ട്, കിട്ടണ്ടേ. ഇതാണ് കറക്റ്റ് വേ എന്ന് പറഞ്ഞാൽ. കൂട്ടോ എത്തിയുണ്ട് കേട്ടോ. സ്ഥലത്തിയുണ്ട്. ഒരു സ്ലൂപ്പ് ബോട്ടായിട്ട് ഒരുത്തം വന്നിട്ടുണ്ട്. സീനാണെന്നാണ് തോന്നണേ. നമുക്ക് എന്തായാലും തുടങ്ങാം. നമ്മളങ്ങനെ ഇങ്ങനെ ചാവൂല. നമുക്ക് ഞാൻ ചാർട്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല.
എടാ ഈ സ്മോക്ക് ഇട്ടൊക്കെ ഞാൻ എന്തുണ്ടാക്കാനോനാ ആകെ സ്മോക്ക് സ്ഥലം എന്താ ഇത് പറക്കാനുള്ള സ്മോക്ക് ബോംബർ അല്ലല്ലോ പറക്കാനുണ്ടെങ്കിൽ എനിക്ക് ഒരു നല്ലതായിരുന്നു. ഈ ബ്രൂട്ട് നമ്മൾ അടിച്ചാൽ നമുക്ക് വേണമല്ലോ. വേണ്ടതല്ല, നമുക്ക് ആദ്യം അതാവുമോ നോക്കാം. എന്നിട്ട് ആവണില്ലെങ്കിൽ അപ്പോൾ കോഡ് അടിക്കാമല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അപ്പോൾ കോഡ് അടിച്ചാലും മതി. പിന്നെ അടിച്ചാരെങ്കിലും ഗൈസ് ഇത് നമുക്ക് രക്കാണ്. എല്ലാവരും നല്ലട്ടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓരോ നല്ലട്ടെ ഗൈസ്. നമുക്ക് എന്തായാലും ആ നേരം റെഡീം DLC കോഡ് ചെയ്യാം. കോഡ് ഹിയർ നമുക്ക് ആദ്യം 20 മിനിറ്റിൻ്റെ ഒരു 20 മിനിറ്റിൻ്റെ കേട്ടോ. 20 മിനിറ്റിൻ്റെ പെട്ടെന്നിടാം. ഇനിയോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. നിങ്ങളിത് ട്രൈ ചെയ്താണ് കിട്ടും കേട്ടോ. ഈ പ്രോ ഉണ്ട് മാറി നിൽക്കടാ. എമ്മണ്ണിനകത്ത് വലിയ കഷ്ടാട്ടോ. ഇതിനെ കൊണ്ട് നമുക്ക് കോമ്പാക്ട് ഇട്ട് കുറച്ചെങ്കിലൊക്കെ തീർക്കാം. ഗൈസ് മാസ്റ്ററി ഇതായിട്ടുണ്ട്, ഉണ്ട്. ഇനി പുറത്താക്കണം. ഇവൻ നമ്മളെ സമയമൊന്നും നിൽക്കൊന്നുമില്ല. പോടാ ഓടുന്നു. ഡിസേബിൾഡ് ആയിപ്പോയി. ഓൻ എത്ര പവർ ഇട്ടത് കാര്യമില്ല. എനിക്ക് വേറെ ഒന്ന് കൊന്ന മാസ്റ്റർ 10 ആയിക്കോളും. ആ ഒരു രീതിയിൽ ഞാൻ നോക്കുന്നത്. മാസ്റ്റർ 10. ഈ സ്മോക്ക് ബോംബറിൻ്റെ പ്രത്യേകത എന്താ? ആടോക്കാം. പറക്കാനുള്ള കഴിയുന്നുണ്ട് സ്മോക്ക് ബോംബർ. നല്ല അഭിപ്രായം. ഉണ്ടല്ലോ മാഗ്മ സ്മോക്ക് അത്രക്കും പോരാന്ന് ഞാൻ പറയണില്ല. പറക്കാനുള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. അത് ഞങ്ങൾ മേലേക്ക് പറക്കട്ടെ. തോന്നുന്നുണ്ട് അടുത്ത മാസ്റ്റർ 20 മാസ്റ്റർ വേറെ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനും കുഴപ്പമില്ല. ചാവുന്നില്ലല്ലോ. ഒരു ദിനത്ര ഡാമേജ് 25. ഇതോ 84. പക്ഷെ ഇതാണെങ്കിൽ അടിച്ചുകൊണ്ടേ നിൽക്കാം. 25, 49 കൂടിക്കൊണ്ടേ നിൽക്കണം. നമുക്ക് ലെവലൊക്കെ പെട്ടെന്ന് കൊടുക്കോ. നല്ലൊരു കൂട്ടിൽ ഇതിനെക്കാട്ടും പെട്ടെന്ന് കിട്ടുന്നു. എല്ലാ പവറും കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. മുമ്പ് നമ്മൾ കറക്കാൻ പൈസ ആയാൽ നമ്മൾ അപ്പം തന്നെ പോയി കറക്കും. എങ്ങനെയെങ്കിലും ഈ സ്മൂത്തൊന്ന് മാറ്റാൻ നമുക്ക് ഒരു വയ്യുണ്ട് എൻ്റെ കളി. ഇത് ഇതായിട്ട് കേട്ടോ. ലെവൽ 51 നല്ല അഭിപ്രായം. ഈ എക്സ്പീം കൂടി ഉള്ളതുകൊണ്ടാട്ടോ. നമുക്ക് ലാസ്റ്റ് ഒറ്റ കുത്തിൻ്റെ ടൈം ആവട്ടെ. ഈ ഒരു ടൈമിൽ ഇതിൽ വീട്ടി സ്മോക്ക് സൈലം പറ്റേ അതിനോട് എൻ്റെ ട്രിക്ക് ഗൈസ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ കോമ്പാക്റ്റ് ആയിട്ട് ഓരോടത്തേക്ക് പോയിട്ട് ഇങ്ങനെ തല്ല ഫുൾ അടിയോടടി. ഇപ്പം ചാവുന്നൊക്കെ ഉറപ്പായി ആ സമയത്താണ് ആയുധം എടുക്കേണ്ടത്. ഇതാണ് വെക്കുക ഗൈസ്. നമുക്ക് ഇപ്പം കൊല്ലണേ മുമ്പ് കൊല്ലണം.
നേരെ പോടാ ചേർക്കുക ജീനെ കൊല്ലണേ. ഓ എന്തായാലും അതെടുക്കാൻ പോയിക്കണം. നമുക്കപ്പോൾ ഇതിനെ കൊല്ലാം. ഈ കോമ്പാക്ട് എപ്പോഴും നമ്മൾ വെറുതെ ആക്കുന്നുണ്ട് കേട്ടോ. കോമ്പാക്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്തിന്, ലൈഫ് ആദ്യം ഒന്ന് കുറച്ച് വെക്കാനും വേണ്ടിയിട്ടാണ്. നമ്മളെ ലെവൽ 53 ആയിട്ടുണ്ട്. മാത്രമല്ല സ്മോക്ക് സ്ലാം ഒരു 4 മാസ്റ്ററും കൂടി കൂട്ടണം. പൈസ 10,000 ആയിട്ടുണ്ട്. ഇവരെ കൊന്നാൽ 4,000 രൂപ കിട്ടും. 4,000 രൂപ കിട്ടും. 1500 കിട്ടുള്ളൂ അല്ലേ? അങ്ങനെ പറ. അതാണിപ്പോൾ നല്ല ഇതുമാണല്ലോ. പൈസ ഇല്ല, അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. നമുക്ക് അടുത്ത വൈസ് അഡ്മിറലിൻ്റെ അവിടേക്ക് പോകണം. അവിടെ പോകുമ്പോൾ പൈസ ഉണ്ട്. ഇതൊന്നും അത്രക്കും ദൂരത്തേക്കൊന്നും പോകില്ല അല്ലേ? ഒക്ടോബറിൻ്റെ ആകെ വേറെ പറക്കാൻ കഴിയും. അപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പൊക്കെ ഈ ബോട്ട് പറഞ്ഞ കാരണം വാങ്ങേണ്ട ആവശ്യമില്ല, പറന്നു പോകാൻ. ഷെഫിനെ നമ്മളെ കൊണ്ട് കൊല്ലാൻ കഴിയില്ല തരാം. ഒരു സ്മോക്ക് കിട്ടി. ഇങ്ങനെ കിടന്ന് കറങ്ങുക. അങ്ങോട്ടും ഇങ്ങോട്ടും ബൂസ്റ്റിൽ വെച്ചാൽ ഇങ്ങനെ കിടന്ന് കറങ്ങുക. സുഖമായിട്ട് കൊള്ളതാ. ഇത് എന്തൊക്കെ ചെയ്തിട്ട് കഴിയും. ഇങ്ങനെ അങ്ങനെ ആക്കിയാലോ വേറെ പോകുമ്പോൾ എന്നാ കുടിച്ചോ. മാസ്റ്റർ എങ്ങനെയും കൂട്ടണം. ഇപ്പോൾ 7 മിനിറ്റ് ആയി ഗൈസ്. നമുക്ക് അപ്പോൾ വേണേൽ തീർക്കാം. മറ്റോ വന്നാ നമുക്ക് വസ്തുവാണ്. നമ്മൾ കൊല്ലണവരെ പോയി കൊല്ലും ഗൈസ്. അപ്പോൾ അങ്ങനെ ഇടിച്ചിട്ടില്ല. ഇത് വന്നിരുന്നു. എന്തിൻ്റെ ഐഡിയ? മാസ്റ്റർ പെട്ടെന്ന് 19 ആയില്ലേ? ന്യൂ ട്രിക്ക് അൺലോക്ക്. ചാവ ഗൈസ്, നമ്മൾ ഇവനും കൊല്ലാൻ പോവാണ്. ഇവനെ ഞാൻ കൊല്ലുണ്ട്. ഇവൻ കുടിക്കണ ചേട്ടാ. അപ്പം ഞാൻ കൊല്ലണ ആൾക്കാരാണ് കൊല്ലണേ. ഇനി അങ്ങനെയോട് കൊല്ലത് എനിക്കൊന്നാണല്ലോ. ഞാൻ കൊല്ലണ ആളോ ഇനി കൊല്ലൂല. കാണിച്ചതാണ്. ഞാൻ PvP നെബിളാക്കിയാണ് ഗൈസ്. ഓഞ്ഞ് വരുമ്പോൾ ഞാൻ ഓനെ ഒന്ന് വില എടുക്കും. ആ രീതിയിലാക്കിയിട്ട് ഗൈസ്. ഇനി ഒരാളും കൂടി വന്നാൽ മാസ്റ്റർ കൂടും. ചെക്കൻ പേടിച്ചതാ. അവർക്ക് ഒരു അറിയില്ല. ഞാൻ PvP നെബിളാക്കുന്ന കണ്ടിട്ടാണോ നമുക്ക് അറിയില്ല. ഇവിടെ തീർക്കട്ടെ പോകുന്നത്. മാക്മ കിട്ടിയാലും മതി എനിക്ക് ഫ്രൂട്ട്. ഏത് നല്ല ഫ്രൂട്ട് കിട്ടണ്ടേനെ. അപ്പോൾ അടുത്തതും കിട്ടിയിട്ടുണ്ട്. വൈബാണല്ലോ. വൈബ് 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 പൊളിച്ച്. ഇവനെ ഞാൻ കൊല്ലാനുണ്ട്. ഓണൊക്കെ എന്തോ ഭാഗത്ത് രക്ഷപ്പെട്ട് പോവാണ്. ഇവനെ ഞാൻ കൊല്ലുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിന്ന് വേറെ ആരെങ്കിലും ആയിട്ട് വന്നാൽ അങ്ങനെയുണ്ടാവില്ല. നിങ്ങളും കൂടെ കൂടുന്നേ ഉള്ളൂ. കൂടെ നിങ്ങൾ ചാവാനുള്ള എല്ലാം ഞാൻ ട്രൈ ചെയ്തു. അത്രേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടോ? ക്യൂജുറോ നമ്മളൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓനിപ്പോൾ വേറെ ഓടുവാണ്. നമുക്ക് ഓനോട്
ഇതിക്കനെ വിടാൻ വരാം. ഓൻ നമുക്ക് കോൾ ചെയ്യാൻ കഴിയുകയാണെങ്കിലോ. ഹലോ വിട്ടുകിണ ഓനെ എവിടെ എനിക്കറിയില്ല. അണ്ടർ വാട്ടർ സിറ്റിയിലാണെന്നാ ഞാൻ കേട്ടത്. പിന്നെ ആരതിൻ്റെ ഇടയിൽ തല്ലീനെ നിൽക്കണം. ചെക്ക് ഇന്നെയാണ് കൊല്ലാൻ നോക്കണം ചെറുതായിട്ട്. നോക്ക് ബോംബർ അങ്ങ് യൂസ് ചെയ്താലോ. ക്വസ്റ്റ് അവൈലബിൾ 55 ലെവലിൽ തന്നെ അടുത്ത സ്ഥലത്ത് പോവാ. പൈറേറ്റ് വില്ലേജിലെ. ഓക്കെ ഞാൻ വരാം. വെറുതെ പോണ ഇന്നൊന്ന് എല്ലാം നീ വളർന്ന 206 ബൗണ്ടിങ് കിട്ടി. ഓനക്ക് വട്ടാണ്. ഓൻ ഇന്നൊന്നും തല്ലണേ. നമുക്കറിയാമല്ലോ ഓനക്ക് എത്ര പെട്ടെന്ന് കൊല്ലാൻ അറിയാം. നമുക്ക് വരാം. നമുക്ക് വരാം. ഇത് നേരെ എവിടെ തന്നെയാണ് എൻ്റെ ഒത്തിരി മറ്റേ ഷെഫിൻ്റെ ക്വസ്റ്റായോ. ഞാൻ വിചാരിച്ച് ഷെഫിൻ്റെ ക്വസ്റ്റ് എപ്പോഴും കിട്ടണേ. ഷെഫിനെ കൊല്ലാൻ കഴിയും. ഞാനൊരു ട്രൈ ചെയ്തോട്ടെ. ഷെഫല്ലേ ഗൈസ്, നമ്മൾ ഷെഫിനെ കൊല്ലാൻ പോവാണേ. ഹലോ അൽ ഷെഫ്, ഐ ആം ഹിയർ ടു കിൽ യു. ഷെഫിന് ഇങ്ങനെ വന്നാലോ. ഇങ്ങനെ ആ പുള്ളിന് വന്നല്ലോ. നമുക്ക് ഇടുത്തേക്ക് പോയാൽ നമ്മൾ പെടുത്തോ ഗൈസ്. നേരെ എന്നിട്ട് തന്നെ വെടിച്ചാൽ മതി. അല്ലെങ്കിൽ വട്ടാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞത്. അല്ലെങ്കിലേ വട്ടത്തിയാണ്. ഹലോ എവിടെ ചെക്കൂടെ. ജസ്റ്റ് ഉണ്ട്. ആർക്ക് പറക്ക് പൊട്ടോ. പൊട്ടത്തിനും ചെയ്യണേ. ഷെഫ് വെള്ളത്തിൽ ചാടി. ഷെഫ് വെള്ളത്തിൽ ചാടി. ഞാൻ എന്തായാലും പോട്ടെ. എനിക്ക് വേറെ പണിയുണ്ട്. പിന്നെ ഇതിനെ കൊല്ലാനൊന്നും ഇന്നെ കിട്ടൂല. പിന്നെ എൻ്റെ എക്സ്പിൻ്റെ ടൈം അവിടെ പോവാണ്. ഞാൻ പോട്ടെ. പെട്ടെന്ന് അവിടെ പോട്ടെ. നമുക്ക് വരാം. എന്തായാലും നമുക്ക് നോക്കാം. ഇത് തല്ലിക്കൊല്ലണാണ്. എളുപ്പം വരാം. ഇത് വെച്ച് ഇതുകൂടെ താഴെ ചത്തില്ലെങ്കിൽ മാസ്റ്റർ ലെവലൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലോ. ഇതാണ് പിടിച്ചോ. യേശുബനെ ഞാൻ ഇപ്പം കൊണ്ടുവരാം. ഇതാ തീർന്നു. ഇല്ലെങ്കിൽ ഒരേ ഉള്ളൂ. അങ്ങനെ ഒരു വയ്യുണ്ട്. വാ എൻ്റെ പിന്നാലെ വാ. അങ്ങോട്ട് വാ. അവിടെ നിൽക്കരുതേ. അങ്ങോട്ട് വാ. വാ വാ വാ. പിന്നാലെ വാ. പക്ഷെ അവിടെ വേറെ ആൾക്കാരിനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത. നമുക്കപ്പോൾ ഇതിന് പേരൊക്കെയില്ല. ഞാനെൻ്റെ ഐഡിയ നടക്കുന്നാണ് വിചാരിക്കണേ. ഓ 3 ആളും വീട്ടിലുള്ള വാചി തന്നെയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് വിട്ട് കൊടുക്കണ മാതിരി. ഇതൊക്കെ ആരാന്ന് മനസ്സിലാക്കിയ. മൂന്നാളും പൊടി എത്തിയ
രണ്ടാൾക്കാർ ചത്ത്, 3 ആൾക്കാരും ചത്ത്. ഇത്രയേ ഉള്ളു. ഇനി ഈ 3 ആൾക്കാർ തന്നെ വന്നാൽ പോരെ? ആരെ ഫസ്റ്റ് സ്പോണാവുക? ആരെങ്കിലും സ്പോണാവേ. 3 ആൾ സ്പോണായിട്ടുണ്ട്. അന്നേരം ഞാൻ വരാൻ കാത്തിക്കാം. ഞാൻ 3 ആളും കൂടി ഒരുമിച്ച് കൊല്ലാൻ പറ്റിയ ചാൻസും കൂടി സ്കൂളിൽ കാണണ്ടെങ്ങനെ വിചാരിക്കണേ. എല്ലാത്തിനും കൊല്ലാൻ പോകണം. അവിടെയൊക്കെ ഇടുന്ന് ഉറങ്ങിയിട്ട് നേരം കൊണ്ട് ഇവരെ കൊല്ലാലോ. ഞാൻ അങ്ങനെ തെറിക്കുന്നുണ്ട്. വെള്ളത്തിൽ ലാസ്റ്റ് തെറിക്കാൻ എനിക്ക് ഡൗട്ടുണ്ട്. 5 മിനിറ്റും കൂടി എൻ്റെ കൂടെ. അത് പ്രശ്നമാണല്ലോ. ഗൈസ് 58 ലെവലായി. ഒരേറ്റവും കൂടി എടുത്താൽ വേണമെങ്കിൽ 60 ആവും. നമ്മൾ അടുത്ത സ്ഥലം ചുറ്റാൻ പോവും. എന്നാൽ ടൈം ആവാനായി. എന്തായാലും പെട്ടെന്ന് പോയി അടുത്ത ക്വസ്റ്റ് എടുക്കട്ടെ. നമ്മൾ ഇതൊന്നും അങ്ങനെ വിട്ടിട്ടോ. പൈസ എല്ലാം കളക്ട് ചെയ്യേണ്ട. ഒരു 32,000 നമ്മൾ ഒരു 10,000 കൂടി കിട്ടിയാൽ നമ്മളങ്ങോട്ട് പോകും കേട്ടോ. എന്തിനാന്നല്ലേ, നമുക്ക് ഇപ്രാവശ്യം ഇവരെ കൊന്നാലോ? ഇവരെ കൊല്ല ഗൈസ്, ഈ കൂട്ടാളെ തന്നെ. അപ്പോൾ ഇതിന് നമുക്ക് 60 ലെവലായിക്കോളും. ഒന്ന് വിചാരിക്കുക 3000 ഉറുപ്പിക കിട്ടിക്കോളും. വാ അങ്ങോട്ട് പാടോ. ഒരു ഇങ്ങനെ കമല ഇപ്പം തീർത്തരാം. അങ്ങനെ കൊല്ലാവുന്നേ ഉള്ളൂ. എന്താ ഇപ്പം തീർന്നുണ്ട്. കൊതുകൊക്കെ അതിൽ കടിയൊക്കെ നമ്മൾ കൂടുതൽ 2 കോടി എടുക്കേണ്ട അവസ്ഥ വരുമോ എന്ന് എനിക്കറിയില്ല. മിക്കവാറും പേരെന്നാണ് എനിക്ക് മനസ്സിൽ പറയുന്നത്. 3 ആൾ ചത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് 4 ആൾക്കാർ. ഇവിടെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇങ്ങനെ പോകണം. 10 പേരുണ്ട്. പേര് എല്ലാത്തിനും നമ്മൾ കൊല്ലാൻ പോവാണ്. ഈ 3 എണ്ണത്തിനും കൂടി വന്നാൽ മതി. ഓ അത് മോശമായി പോയി. അമ്മ ഈ ഷെഫിനെ ഞാൻ എന്താ ചെയ്തേ? ഏതോ സ്ഥലത്തുനിന്ന് പൊട്ടി മുളച്ചു വന്ന ഷെഫാണ്. ഓട്ടള്ള ഓടുന്നത്. ആ ഷെഫിന്റെ പിന്നാലെ തന്നെ വരുന്നേ. അതിനും കാട്ടി 60 ലെവലായിട്ട് ഞാൻ പോട്ടെ. ഞാനല്ല കൊന്ന്. എന്ത് ചെയ്യാനാണ്? ട്രഷറിൽ ഒരു ഇതുണ്ട്, സ്പ്രിങ് സ്റ്റാറ്റ്സ്. ഇതെന്തായാലും പെട്ടെന്ന് തീർക്കട്ടെ. ബസ് എല്ലാം കറക്റ്റ് തന്നെ വേണമെന്ന് തന്നെ മനസ്സ് പറയണേ. ഇനി 8 എണ്ണോ 6 2 കൂടെ ഉള്ളൂ. ഇതിക്കും കൊടുക്കാം. എന്തായാലും ഒന്ന് ഏറെ കൊടുത്ത്. ഇനിയുണ്ടോ ഒന്ന്? അതൊന്നും തീക്കാൻ ആയിക്കോട്ടെ. എന്തായാലും ആവശ്യമില്ലാതെ അവിടെ കൊടുക്കണേ. പിന്നെ നമ്മൾ ഞങ്ങോട്ടാണ് ട്രാക്കായിട്ട് അങ്ങോട്ടോ. സുഖം കിട്ടില്ല. ഞാൻ എന്തായാലും വെള്ളത്തിലൊക്കെ നമ്മൾ മിസൈൽ ഇങ്ങനെ ഇട്ടിട്ടാട്ടോ പോകാൻ പോണെങ്കിൽ.
പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വളയാനൊക്കെ പറ്റില്ല. ലൈറ്റിന് വീറ്റ് ആക്കിയാലേ വളയാനുള്ളതുള്ളൂ. ലൈറ്റിന് പക്ഷേ അത് വളയാൻ കഴിയില്ലെങ്കിൽ നല്ല സ്പീഡിൽ നമ്മളെ ഹെൽത്തിനനുസരിച്ച് സ്പീഡിൽ പോകും. ചേട്ടന് പോട്ടെ. 50 മീറ്റർ കൂടിയുള്ളത് നമ്മൾ എത്തിയുണ്ട്. അണ്ടറാക്കട്ടെ. അങ്ങനെ ഡെസേർട്ടിലും നമ്മൾ തലവനായി ഇവിടെയും എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവർക്കൊക്കെ എത്ര ലൈഫാ? 60. എനിക്കും 60 ഉള്ളൂ. എന്നിട്ടല്ലേ എനിക്ക് വേണമില്ല. മീൻസ് എനിക്കും 60 ഉള്ളതുകൊണ്ട് കേട്ടോ. പിന്നെ അങ്ങനെയാണല്ലോ ഇവിടുത്തെ ബോസ്. പിന്നെ ഞാൻ തന്നെയാണല്ലോ. ഞാൻ എവിടെ ചെന്നാലും അവിടുത്തെ ബോസ് ഞാനാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇവനെ കൊണ്ട് കൊന്നേക്കാം. എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ പോകുന്നു. പിന്നെ ഇവരെല്ലാവരും കൊലപാതകമാണ്. അതിന് വേറെ ഒരു സമയത്ത് നിൽക്കുന്നില്ല. ഇടണം. അതുപോലുള്ളവർ കൊല്ലത്തിട്ടോ. നമ്മളെ XP എൻ്റെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഓരത്തിൽ നല്ലതൊന്നും കൂടി നിൽക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ സെറ്റിങ്സ് എടുക്കുന്നു. വീണ്ടും റെഡി ചെയ്യും. നമ്മൾക്ക് കോഡില്ലെന്ന് ആര് പറഞ്ഞു? ഇനിയുണ്ട് നമ്മൾക്ക് കുറേ കോഡ്. മാജിക് റെഡിയും സക്സസ് ചെയ്യുന്നുണ്ട്. വാ, ഇനിയുണ്ട് നമ്മളൊക്കെ കോഡ്. നിങ്ങൾക്ക് കോഡ് ഒരു വിഷയമില്ലാതെ തന്നെ ഉണ്ട്. ഇതിനൊക്കെ ഞാൻ ഇപ്പം തന്നെ കൊന്നുതരാം. ഇതാൻ സമയത്ത് നിൽക്കൊന്നുമില്ലല്ലോ. അവിടെ ഇതെന്ന സമയത്തിലൂടെ ഞാനാണ് എല്ലാത്തിനും ലൈഫ് ഓർത്തിരിക്കണേ. എനിക്ക് ഓം വന്നാണ്ട് കൊല്ലുന്നത്. ഞാൻ പിന്നെ ഇതിൻ്റെ ബോഡി ഗാർഡാണ്. നിർത്തിക്കോ മോനെ. 2 ആൾക്കാരെ എപ്പോഴും ഞാൻ കൊണ്ടുവരുള്ളൂ. സെക്കൻഡ് ലെവലൊന്നും പെട്ടെന്ന് പോകുന്നുണ്ട്. കുഴപ്പമില്ല. ഈ സെക്കൻഡ് പോകുന്നത് എത്ര ലെവലാണ്? 100 110 ഇവൻ്റെ ഏതോ പൂച്ചു മാക്സിമം അല്ലല്ലോ. മാക്സിമം കിട്ടിയാലും ലാഭമാക്കട്ടെ. മാക്സിമം അതിൽ കൂടെ ഇങ്ങനെ പോകുന്നിട്ട് അതിൽ ഇങ്ങനെ പോയാൽ മതി. ഇവനെ ഞാൻ കൊല്ലാൻ തുടങ്ങി. എനിക്ക് വേണമെങ്കിൽ വേറെ ആളെ കൊല്ലാൻ പറ്റും. നമുക്ക് അണ്ടർ വാട്ടർ ഫിഷിക്ക് ഉപയോഗിക്കാം. 2 ചെറുപ്പിൻ്റെ ആവശ്യം നമുക്ക് ഉപയോഗിച്ചാലോ. അത് കേൾക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അണ്ടർ വാട്ടർ ഫിഷിക്കൊക്കെ പോവാം. പിന്നെ ഞാൻ അവിടെ ഇടയെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ഇടുവാൻ കഴിയുള്ളൂ. നമുക്ക് ഇവനെ പെട്ടെന്ന് കൊല്ല ഗൈസ്. അവന് പെട്ടെന്ന് ചത്ത് കിട്ടിയാൽ അതിന് ബെനക്ക. ഇതൊന്നും ചാവില്ല നീ. അതാണ് ഇതിൻ്റെ പ്രശ്നം. എന്നാ ഇത് ചത്തില്ലെങ്കിൽ എന്നെ കൊല്ലാൻ എനിക്കറിയാലോ. ഇങ്ങനെ തന്നെ കൊല്ല. ലാഭമാണ്. എൻ്റെ പെട്ടെന്ന് ചാവുന്നു. പറഞ്ഞതുകൊണ്ട് പറയുന്നത് 1910 നമ്മൾ ഇവരെ കൊണ്ടുകൊണ്ട് നിൽക്കുന്നത്. 1700 ഡാമേജ് നമുക്ക് ഓരോ വരുത്താൻ പറ്റുന്നുണ്ട്. 1400 1500 എന്നതിന് പൊളി ഡാമേജ് വരാതെ പോയിട്ടുണ്ട്. സമ്മതിക്കുന്നുണ്ട് ഗൈസ്. ഞാനും സമ്മതിക്കില്ല. ഇവർക്ക് ഇതെന്തിനാ കട? ഇപ്പം എൻ്റെ കില്ല് കുമ്പാനായിട്ട് വന്നിരിക്കണേ. ഹറാം പറഞ്ഞവൻ. ഇതൊക്കെ എന്തിൻ്റെ കേടാണ്? ഇവനെ ഞാൻ കൊല്ലും കണ്ടോണ്ടേ. നമ്മളെ ഗ്രൂണ്ടറാ ആണാണ് പീജിക്കാടാ. ഓനെ ഞാൻ കൊന്നടാ. എന്ത് ചോറയാണ് ഓനെന്നാ കൊല്ലാൻ കഷ്ടപ്പെട്ടതൊക്കെ കൊടുക്കണ്ടേ. അവിടെ കൊല്ലട്ടെ. നമുക്ക് ആ നേരപ്പനെ കൊല്ല കൈസ്. ഓനെ കൊല്ല. എൻ്റെ അടുത്ത് വരുന്നവരൊക്കെ വന്നോ. ഞങ്ങളൊക്കെ കൊല്ലുന്നേ എനിക്ക് പറയാനുള്ളൂ. എനിക്കൊന്നും ലഭ്യം സമ്മതിക്കുന്നില്ല കൊല്ലാനേ.
ആ പാവം എത്ര നേരം ഞാൻ കൊല്ലാൻ പോകുന്നത് ഇതൊന്നും ചാവണ്ട ഈ രണ്ടെണ്ണത്തിനെ കൊല്ലണം ഇപ്പോൾ ഇവരൊക്കെ ചാവാനാകുമ്പോൾ വരും ഒറ്റ അവിടെ ഞാൻ കൊല്ലാം സ്റ്റാബിൾ ചോദിക്കാതെ തന്നെ വരും ഒരു ഇത്തിരി ഉളിപ്പ് അതില്ലാത്തവനാണത് നമ്മളോടാണ് അത്ര വേണ്ട കളി എന്നെ കൂടി കൊന്നാൽ ഗൈസ് 62 ലെവലാവുമെന്ന് തന്നെ വിചാരിക്കുന്നു കറക്കാനുള്ള പൈസ ആവും നമ്മൾ പോയി കറക്കും കിട്ടും ലൈക്ക് അല്ലെങ്കിൽ ഒരു മിത്തിക്കൽ ഫ്രൂട്ട് തന്നെ കിട്ടും നമ്മളത് യൂസ് ചെയ്യും കണ്ടോളിനി ചാവല്ലേ ഗൈസ് പൈസ 32,000 63 ലെവലും ആയിട്ടുണ്ട് ഒരു ഹോമിലോട്ട് ജംഗിളിലോട്ട് പെട്ടെന്ന് പോട്ടെ പൈസ ഇതുപോരെ പൈസ കൂടിയിട്ടൊന്നുമില്ലല്ലോ പൈസ കൂടിയാ അതോ കൂടിയ മൂഞ്ചി കുറഞ്ഞ രക്ഷപ്പെട്ടു അല്ല കുറയൂല കൂടും എത്രയാണ് കറക്കാൻ ഓ ഗൈസ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അല്ലേ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് കറക്കാൻ പറ്റുള്ളൂ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കറക്കിക്കൊണ്ടേ നിൽക്കാന്ന് ഒരു വീഡിയോ തന്നെ കുറേ കറക്കാമല്ലോ നമുക്ക് അണ്ടർ വാട്ടർ സിറ്റിക്ക് ഒന്ന് പോയേക്കണം അണ്ടർ വാട്ടർ സിറ്റി വീഡിയോ പറഞ്ഞാൽ അവൻ്റെ അടുത്തൊക്കെ പോയേക്കണം അവൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് സെർവർ ഉണ്ട് ഗൈസ് അണ്ടർ വാട്ടർ സിറ്റിയിലാണെന്ന് എനിക്കറിയാം അണ്ടർ വാട്ടർ സിറ്റി എവിടെയാണ് ഞാനിപ്പോൾ ഇവിടെ ചാവട്ടെ നമ്മൾ ചത്തു പ്രിസൻ്റെ അടുത്താണ് എൻ്റെ ഹോസ്റ്റൽ പ്രിസണൊക്കെ അതിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും ഈ അണ്ടർ വാട്ടർ സിറ്റി പ്രിസൺ അവിടെ ഗൈസ് പെട്ടുണ്ട് വേറെ അണ്ടർ വാട്ടർ സിറ്റി ആടുകളിലൊക്കെ പോയേക്കാം എവിടെയെങ്കിലുമൊക്കെ ഇല്ലാക്കില്ലല്ലോ ഫോണായിട്ട് കാണുന്നതെന്ന് വിചാരിക്കണം ഒരു ലൈറ്റോ ഇവിടെ കിട്ടുമെങ്കിൽ ലാഭമായിരുന്നു പുല്ല് പോകുമ്പോഴെന്തോ അണ്ടർ വാട്ടർ സിറ്റി എവിടെയാണ് 2 കല്ലൊക്കെ ഉണ്ടാവും എനിക്കത്ര പറയാനുള്ളൂ വേറെ ഭാഷ ഇവിടെ ഞാൻ പറയില്ല കേട്ടോ 2-3 കല്ലുകളുണ്ടാവും അതിൻ്റെ നടുവിൽ പോയാൽ അണ്ടർ വാട്ടർ സിറ്റിയാണ് അത് എനിക്ക് പറയാം നമ്മളങ്ങോട്ടുമാണ് പോകുന്നത് പോണത് വേറെ ഉടുക്കുവാണ് ലാസ്റ്റ് എവിടെ എത്തിക്കൊടുന്ന പോയതാ ഇതിപ്പോൾ ജംഗിളിൽ തന്നെ അല്ലേ ഞാൻ ഇപ്പോൾ ജംഗിളിൽ നിന്ന് പോന്ന് നേരെ പോട്ടെ എവിടെ എത്തുന്നു കയറാനല്ലോ ഈ മാർമ വില്ലേജിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഒന്നും കാണൂല കാര്യം ദൂരത്തിൽ തന്നെ നേരെ പോയേക്കാം ഈ അണ്ടർ വാട്ടർ സിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഇവിടെ വരെ പോകണം ഞാൻ മറന്നു അവിടെ സ്ഥലങ്ങളൊക്കെ നേരെ പോയാൽ ഇതേ സ്ഥലം മിഡിൽ ടൗൺ അപ്പായർ ഇത് മറൈൻ സ്റ്റാർട്ടിൻ്റെ വീടായിട്ട് വ്യക്തമായിട്ട് അറിയില്ല എൻ്റെ ഒത്തിൽ ഔടായിട്ട് ഇതൊക്കെ ലെവൽ 5 ആണ് ഞാനിത് ഇവരൊക്കെ കൊല്ലാതെയാണല്ലോ ഇങ്ങോട്ട് വന്ന് ഈ മറൈൻ സ്റ്റാർട്ട് എന്തിനാണെന്നാവും ഇതിനകത്തൊക്കെ പോയോ നമ്മൾ അണ്ടർ വാട്ടർ സിറ്റി പോവാണ് ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ് നമ്മളെ കോഡ് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അതെൻ്റെ ആവും അപ്പോൾ ഈ കോഡ് അടിച്ച് കഴിഞ്ഞിട്ട് അണ്ടർ വാട്ടർ സിറ്റി തപ്പി പോകണമാണ് നമുക്ക് അല്ലേ കറക്റ്റായിട്ട് ലോഡ് പോകാണ്ട് ഗൈസ് സോറി ഇറ്റ്സ് മൈ പ്രോബ്സ് ഞാൻ ഇതാണെങ്കിൽ മറന്നും പോയി കോഡ് അടിച്ചത് ഇപ്പോൾ കോഡ് എൻ്റെ പ്രശ്നം നമ്മൾക്ക് വേറെ കുറേ കോഡ് ഉണ്ട് ആരും വെറുതെ കോഡ് പോക്കണേ വിചാരിച്ചിട്ടാണ് നമ്മൾ പെട്ടാൻ പോണേ 12 മിനിറ്റ് കൂടി ആ കോഡ് ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് പോവാം അങ്ങോട്ട് ഫോണായിക്കോ എല്ലാം കണ്ടാലോ പ്രീസണിലൊക്കില്ല എന്തായാലും പെട്ടെന്ന് ഓടട്ടെ 90 ലെവലാവേണ്ടി വരും ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ നമ്മൾ ഈ ഒരു ഇന്നത്തെ വീഡിയോ തീയും പോരെ എനിക്ക് എന്താ പറയുക ഇന്നത്തെ വീഡിയോ ആകെ നമ്മൾ 13 ലെവലപ്പോൾ കൂട്ടിയത് സാധാരണ 30 ലെവലൊക്കെ കൂട്ടുന്നുണ്ട് എനിക്കൊരു മോഡുമില്ല ലെവലിങ്ങനെ കൂട്ടി കളിക്കാൻ ഈ സ്മോക്ക് ഫ്രൂട്ടായതുകൊണ്ടേ ഫ്രൂട്ട് പിടിച്ചിട്ടില്ല നല്ലൊരു ഫ്രൂട്ട് കിട്ടിയാൽ നല്ല ലെവൽ കൂട്ടി നമ്മൾ നമുക്ക് അവനോടൊക്കെ ചിന്തിച്ച് നോക്കണം
ഗൈസ് ചിലപ്പോഴെങ്കിലും നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ നല്ലൊരു ഫ്രൂട്ടൊന്നും ചിലപ്പോൾ വീഡിയോ വരില്ല. ഫ്രൂട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അണ്ടർ വാട്ടർ സിറ്റിക്ക് പോയാൽ ചിലപ്പോൾ നല്ല ഫ്രൂട്ട് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് കേട്ടോ ഇത്രയൊക്കെ എടാ ഓൻ ചാറ്റിലുണ്ടാ ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഫ്രണ്ട് ഹലോ ഫ്യൂച്ചർ പിന്നെയും ജോയിനായി ഓനെ കാണണ്ടേ. ഹലോ ക്യൂജോറോ കം ടു ഡെസേർട്ട് വരൂല എനിക്കറിയാം. നമുക്ക് ചാറ്റ് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. അവനത് അൺലോക്ക് ആക്കിയണോ എനിക്കറിയില്ല കേട്ടോ. ഇല്ലാന്ന് എൻ്റെ ഊഹം. ആക്കിയാനടി വന്നോളും. നമുക്ക് ആ നേരം കൊണ്ട് ഇവരൊക്കെ കൊല്ല ഗൈസ്. ആവൂ വാ 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 അങ്ങോട്ട് വാ അങ്ങോട്ട് വാ വാ. നമുക്ക് ഇനി വരെ എല്ലാവരും ഇങ്ങനെ തല്ല. അങ്ങനെയുണ്ട് എൻ്റെ ബോധി അപാരം തന്നെ. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാ. ഞാൻ ബാഗ് ഇങ്ങനെ മാറിക്കാം ഗൈസ്. എന്തായാലും പറ്റിയ ഹെൽത്തൊക്കെ നമുക്ക് കുറച്ച് ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ ആയാലും ഒരു 70 ലെവൽ എങ്ങനെയെങ്കിലും ആക്കണം എന്നുണ്ട്. കയ്യൊന്നും എനിക്കറിയില്ല ഗൈസ്. നമ്മൾ കോഡ് അടിച്ചിട്ട് ലെവൽ കൂട്ടുന്നില്ല. എന്ത് പൊട്ടനായി ഞാൻ. വെറുതെ തന്നെ നോക്കട്ടെ. പൈസ ഉണ്ട് കറക്കം. പൈസ നമ്മളേക്കുണ്ട്. കായുണ്ട്. കറക്കൽ നാളെ ആവുള്ളൂ. വേറൊന്നും കൊണ്ടില്ല. നമ്മൾക്കല് കറക്കാനും വേണ്ടത് 2 മണിക്കൂർ കൂടുമ്പോഴേ കറക്കാൻ പറ്റുള്ളൂ. അതൊന്നും എനിക്കിഷ്ടമില്ല. പിന്നെ അവരങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇത് ചെയ്യണ്ടേ. അതെല്ലാം അതിൻ്റെ മാന്യത. ഇതൊക്കെ നമ്മൾ ഇതാണ്ട് ഉപയോഗിച്ച് പോവാണ്. വേണമെങ്കിൽ പോയി ഇത് വരണ്ട. മാഗ്മ കിട്ടിയാലും അത് കറക്കുമ്പോൾ ഏതെങ്കിലും ഒരു തെരഞ്ഞ ദിവസം നല്ലതൊന്നും തരുന്നില്ല. എല്ലാ ചുറ്റും വന്നിട്ടുണ്ട്. കൊള്ളട്ടെ. കുറച്ച് കൊള്ളുന്നു. ഏതെങ്കിലും ചാവുന്ന വിചാരിച്ചൊന്നും ചാവുന്നില്ല. ഇതിൽ കണ്ടുകൊണ്ടില്ല അവര് വീടും കണ്ടുക വീട്ടിലിറങ്ങാം. ചാവാത്തി 65 66 ലെവൽ 67 ലെവൽ അങ്ങനെയുണ്ട്. ലെവൽ കൂടുതൽ കാണിച്ചിരുന്ന പറഞ്ഞാൽ കാണിച്ചു തന്നിരിക്കും. എത്ര ലെവലാവണം? 75 ലെവലാവണമല്ലേ ഗൈസ്. ഈ 1.5 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. എല്ലാത്തിനും നമ്മൾ കൊല്ലാൻ പോകണം. ഡെസേർട്ട് ബണ്ടിക്സിനൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലാവും കൊല്ലല്. ഈ വീഡിയോയിൽ എന്താ ഒരു 75 ലെവലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല. ഈ വീഡിയോയിൽ ഒരു 15 ലെവലെങ്കിലും കൂട്ടണ്ടേ. 15 ലെവൽ കൂട്ടിട്ടോ. ഈ 15 + 20 25 ലെവലെങ്കിലും കൂട്ടണ്ടേ. നമ്മൾ ട്രൈ ചെയ്യുന്നു. ജനങ്ങളും കേട്ടോ കഴിഞ്ഞ് ബാക്കിയുള്ളവർ കൊല്ലട്ടെ. ഇനി വരേണ്ട ആൾക്കാരൊക്കെ ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് ഒരു ചാവാൻ തുടങ്ങുന്നുണ്ട്. കൊല്ലണം. ഒന്നേ പറ്റി കിടക്കാം. തോന്നുന്നില്ല. കൊല്ലാണ്. നമുക്ക് നോക്കാം. ഗൈസ് നമുക്ക് നേരം പെട്ടെന്ന് വരെ കൊല്ലാം. ഇന്ന് ഓരോരുത്തർ കൂടി പ്രശ്നിച്ചാണ് വീഡിയോ എന്തൊക്കെയാ. അല്ലെങ്കിൽ 7 മിനിറ്റ് നമ്മൾ കഴിക്കാം. 7 മിനിറ്റ് കഴിഞ്ഞാൽ എന്ത് വരും ഗൈസ്. എന്തായാലും നമ്മളപ്പോൾ ലെവൽ 69 70 ലെവലായിട്ടുണ്ട്. 70 ലെവലുള്ളൊരു ഇത് നമുക്ക് എന്തായാലും പറ്റും ഗൈസ്. എന്നാലും നമുക്ക് ഇനി ക്വസ്റ്റ് എടുക്കാം. എന്തായാലും ഗൈസ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ് കൂടി എടുത്തിട്ട്
വൈൻഡ് അപ്പ് ചെയ്യാൽ ഒരു 4 മിനിറ്റ് കൂടിയല്ലേ ഉള്ളൂ. ആ 4 മിനിറ്റ് നമ്മൾ കളിക്കും. അതിൻ്റെ ഉള്ളിൽ ഇത് കഴിയാൻ സാധ്യതയുണ്ട് ഗൈസ്. അപ്പം എന്നാലും പെട്ടെന്ന് കൊല്ലാം അവരെല്ലാവരും, പെട്ടെന്ന് കൊല്ലാം. ഇവരൊക്കെ പെട്ടെന്ന് കൊന്നാൽ പ്രശ്നമില്ല. കാരണം വെച്ചാൽ ഈ 4 മിനിറ്റിനുള്ളിൽ ഇവരൊക്കെ കൊള്ളാണ്. അത് വെച്ചിട്ടില്ല കഴിയുമെന്ന് വിചാരിക്കുക. ചില വരെ പോകേണ്ടി വരും. അങ്ങനെ അതിൻ്റെയൊക്കെ ആവണം വിചാരിക്കുന്നു. നമ്മൾ ഇവരെ കൊണ്ടിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മൾ ഇരിക്കുന്നതാണ്. അങ്ങനെ ഇവർ 4 പേരെ നമ്മൾ രീതിയിൽ ഇവരൊക്കെ വരണം. ഈ നേരം ആണ് നമുക്കുള്ളത്. നോക്കാം. ഈ ഒരു ടെസ്റ്റ് കൂടെ കഴിഞ്ഞാൽ ഈ 3 മിനിറ്റ് അവിടെ നിന്നോട്ട് വെക്കും. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. പറഞ്ഞാൽ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഈ ഒരു 4 വീഡിയോ കൊണ്ടുള്ളൂ. നമുക്ക് കോമ്പാക്ട് ചോലബരൊന്നും നിൽക്കുന്നില്ല. എന്നാലും ഇപ്പം തന്നെ കൊല്ലാം. പോണ